ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കാരക്ക അച്ചാറിടാൻ പോകും. അപ്പോൾ നമ്മൾ കാരക്ക വാങ്ങി, ഇതാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മൾ വാങ്ങിയത്. ഇതിനൊരു ബോക്സിന് 90 രൂപയാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ്. നമ്മൾ ഇങ്ങോട്ട് ഇന്നലെ കാരക്കച്ചാർ ഇടണം നമുക്ക് കൊണ്ടുവന്നതാണ്. നല്ല ലോക്കൽ സാധനം. എവിടെ വില കുറഞ്ഞത് എത്ര രൂപ എന്നൊന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ അറിയാമെന്നേക്കാറ് ഒരു പാക്കറ്റിന് എത്രയെങ്കിലാട്ടെ. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് അപ്പം എൻ്റെ മോനത്തിന് 4 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ അച്ചാറിടാൻ പോവാണ്. നമ്മൾ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, ഇഞ്ചി ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ അച്ചാർ പൊടി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വേണ്ടത്. അങ്ങനെ ഇത് നമ്മൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കേ, ഹലോ, നമ്മുടെ കിച്ചണിലാണ് നമ്മളിന്ന്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോവാണ് കാരക്കച്ചാർ. കാരക്കൊക്കെ തോലൊളിച്ച് ഈ 2 പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാരക്കച്ചാർ ഇട്ടാലോ? കാരക്കച്ചാർ ഇടാൻ പോവാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ ആയില്ലേ, സമയം ഇത്രയും നോക്കിയിട്ട് വരാം. സമയം 11:10. അപ്പോൾ നമ്മളിതാ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ണേണ്ട ഫോണുണ്ട്, നമുക്ക് ഇതിലും നമുക്ക് വീഡിയോ എടുക്കണം. കാരണം സ്റ്റാൻഡ് നമ്മൾ ഒരു കാല പറ്റിയിട്ട് നമ്മൾ കഷ്ടിച്ച് നിർത്തിയതാണ്. ഉണ്ണേണ്ട ഫോണിൽ ലോക്കൊക്കെ ഉണ്ട്. 93 88 18 ഉണ്ണിയുടെ നമ്പറാണ് മക്കൾ വെച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ അതിലേക്ക് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, ഒറ്റ പച്ചമുളക്, എരി വേണ്ട, കറിവേപ്പില, പിന്നെ കാരക്ക. ഓക്കെ, നമ്മൾ വീഡിയോ പോസ്റ്റ്. അപ്പം നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കാൻ പോവാണ്. എങ്ങനെ നമ്മൾ കുഞ്ഞേട്ട ഫോൺ വെച്ച് പോകാൻ പറ്റുള്ളൂ. എനിക്ക് എത്ര ഫോണോ വേണ്ട, ഞാൻ വെച്ച് പോകാൻ പറയണല്ലോ കേട്ടോ, വെച്ച് പോകണം. ഞാൻ ഉണ്ണിയുടെ കുഞ്ഞു ഫോണ് കൊണ്ടിട്ടാ പോവാം. എൻ്റെ അടി കൂട്ടിയോ? അപ്പൊ നമ്മൾ ഗ്യാസ് ഓണാക്കി. എൻ്റെ കുട്ടികളൊക്കെ പോയില്ലേ, നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഏത് കഥ പറഞ്ഞ് അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുക്കിംഗ് വീഡിയോ നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ കാണുള്ളൂ. അപ്പോൾ നമ്മളെ മോളെ ഫ്രണ്ട് വിഷ്ണു വന്നിനി ഗിഫ്റ്റൊക്കെ കൊണ്ടു തന്ന്, കോഫി പൗഡറും മിഠായിയും ഒക്കെ കൊണ്ടു തന്ന്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അച്ചാറിടാൻ പോണേ. നമ്മളെ വെളിച്ചെണ്ണയില്ല കേട്ടോ, അത് സൺഫ്ലവർ ഓയിലാണ്. അതാണ് നമ്മളിതിൽ. എണ്ണ എടുക്കണില്ല. എണ്ണൻ്റെ ചോയ എത്ര സുഖം ഉണ്ടാവില്ല. നമ്മൾ ചട്ടിയൊക്കെ ചൂടായി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത്, എണ്ണയൊന്നും അധികം വേണ്ട, ഓയിൽ. ഹയ്യ, നമ്മൾ കുറച്ച് ഉലുവൻ്റെ ടേസ്റ്റ് കടുക് വേണോ? കടുക് പൊട്ടിയല്ല, ഒരു ഇത്തിരി കടുക് പൊട്ടിക്കാം അല്ലേ. അച്ചാറിൽ കടുക് ഇങ്ങനെ പൊടിച്ചിടല്ലോ. അപ്പം നമുക്ക് ഇത്തിരി കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കടുക് ഇട്ടു, കുറച്ച് ഉലുവ ഇട്ടു. ഇത് വേണം മതിയേട്ടാ. ഇനി നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചെറിയൊക്കെ നമ്മുടെ വെള്ളം ഉണ്ടാകണം. നമ്മൾ ഇതൊന്ന് കാണാം. അപ്പം നമുക്ക് അതിർത്ത് പിടിക്കണ്ടേ. അപ്പം നമ്മൾ ഇഞ്ചി ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചതച്ചിട്ട് കൊടുത്തിട്ടോ. ഒരു പ്രാവശ്യം പോയി ആൾ വീണ് കമ്മന്നടിച്ച് വീണ്. ഇനി അതിലേക്കാ വിൽക്കാനറിയില്ല. ഓണം കുട്ടൂലേ അതെന്തെങ്കിലും എടുത്തേക്കെ കേട്ടോ കുട്ടികളെ. അങ്ങനെ നമ്മളൊരു പെട്ടി കാരക്ക വാങ്ങി, അത് 2-3 എടുത്തിട്ടുള്ളൂ. പിന്നെ ഉണ്ണിയേട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞു. ഉണ്ണിയേട്ടൻ ഒരു 3 പേർക്ക് കൊണ്ടുവന്നു. കുഴപ്പമില്ല, ഞാൻ കഴിച്ചപ്പോൾ പെട്ടിയിട്ട് ഇതിക്ക് ഒരേ ടേസ്റ്റ് തന്നെ. പക്ഷേങ്കിലും വില കൂടുതൽ നമ്മൾ പെട്ടിയിട്ടാണെന്നേ, പെട്ടിയിലാക്കിയതിനെ കൊണ്ട് അയക്കും. അപ്പം കാരക്കച്ചാർ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്ക് കാരക്കച്ചാർ ഇഷ്ടമാണ്. കാരണം ചിലവർ അച്ചാർ ഇഷ്ടമല്ലാത്ത ആളാണ് ഉണ്ണിയേട്ടൻ. അച്ചാർ, പുളി അങ്ങനെ കണ്ട സാധനം ഒന്നും കിട്ടൂല. അപ്പോൾ കാരക്കച്ചാർ എന്നാൽ കൊണ്ടുവന്ന് കൂട്ടീന്. അപ്പോൾ അതിടാന്ന് പറഞ്ഞപ്പോൾ കാരക്കും ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ നമ്മൾ അതിടാൻ നിൽക്കാൻ അതൊക്കെ പറഞ്ഞു.
കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കല്ലേ? ഇതൊക്കെ മറ്റേ വീഡിയോ പറഞ്ഞു. പക്ഷെ മറ്റേ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വയറുണ്ടാവും. നമ്മൾ അടുക്കള ഒരു ചെടി കൊണ്ടുവച്ചാൽ അയ്യോ അത് കണ്ടും പണിയെടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവൂലേ? നല്ല വലിയ അടുക്കള കഴിഞ്ഞാൽ എല്ലായിടത്തും ചെടി വെക്കും കേട്ടോ. വലിയ അടുക്കള വേണ്ട, അത്യാവശ്യം സെറ്റിങ്സുള്ള അടുക്കള. നമ്മളത് കഴിയും. കുഞ്ഞുങ്ങളെ നമ്മളെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായി മരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊരു സ്പൂൺ മുളകും പൊടി കൊടുത്ത് അയ്യോ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഗ്യാസ് ഓഫാക്കാം. അയ്യോ കരിയില്ല നമുക്ക് വെള്ളം ചുട്ടാം. കരിഞ്ഞു പോയാൽ കച്ചിട്ട് ഇതൊക്കെയാണ് നമ്മളെ പണികൾ ഇതൊക്കെയാണ്. അപ്പൊ മുളക് പൊടി അങ്ങോട്ട് വെച്ച് കൊടുത്ത് മഞ്ഞപ്പൊടി അങ്ങോട്ട് വെച്ച് കൊടുത്ത് നമ്മളെ ഉലുവി അങ്ങോട്ട് വെച്ച് കൊടുത്ത് നമ്മളെ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് പഞ്ച വേണ്ട. അല്ല ഗ്യാസ് ഓഫാണ്. നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ഒറ്റ പച്ചമുളക് എരി വേണ്ട കറിവേപ്പില ഗ്യാസ് ഓണാക്കി പിന്നെ കാരം നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കാണ്. അഞ്ചാറ് നമ്മളതിൽ കണ്ടേ നമ്മൾ കടുക് ഇട്ടു, കുറച്ച് ഉള്ളി ഇട്ടു. അപ്പൊ നമ്മളിതാ വെള്ളം അതിലേക്ക് ഒഴിച്ച കറികള് വെള്ളം മരിയട്ടെ. അതാണ് ഇതിന്റെ പണികളൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ കുറച്ച് പഞ്ചസാര ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടായിക്കോട്ടെ. ഇതൊക്കെ നമ്മള് ഇതൊന്ന് ഉപ്പിടണ്ടേ? കുഞ്ഞുങ്ങളെ നമ്മളെ അപ്പൊ നമ്മൾ ഇന്ന് ചോറ് വെച്ച് അല്പം പടവല വെച്ച് ഇനി പപ്പടം ഈ കറി ഒന്ന് നമ്മൾ കറി ഇടാൻ കൂടെ റെഡി. കറിക്ക് ഇളക്കിയാല തറച്ച് മറയുന്നുണ്ട്. തറച്ച് മറയുണ്ട്. ഹലോ അപ്പൊ നമുക്ക് അപ്പൊ നമ്മളിതാ തറച്ച് മറയുണ്ട്. നമുക്ക് കരക്കിട്ടാലോ? അതിലേക്ക് ഒഴിച്ച കറിയിലങ്ങള് കരക്കിടാം. അതാണ് ഇതിന്റെ പണികളൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പഞ്ചസാര അങ്ങോട്ട് വിതരണം ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ ചിന്നു മധുരൊക്കെ ഉണ്ടായിക്കോട്ടെ. വീഡിയോകളുണ്ടോ? വീഡിയോ ഓഫായിട്ടുണ്ട്. തിളച്ച് മറിയുണ്ട്. അപ്പം നമുക്ക് തിളച്ച് മറിയുണ്ട്. നമുക്ക് കിട്ടാലോ? നമ്മൾ കാരൊക്കെ ഇട്ടെടുത്ത് കാരപ്പൊടി അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിക്കിൾസ് തന്നെയല്ലേ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ സപ്പാപ്പൊടി. അപ്പം നമ്മൾ ഈ അച്ചാറും പൊടി നമ്മൾ കുറച്ച് ഈ അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് തൂവി കുറച്ച് ഈ നിങ്ങൾ കണ്ടോട്ടച്ചാർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് തൂവി നിങ്ങൾ കണ്ടോട്ടച്ച് കുറച്ചും കൂടി തൂവാണ്. കൈ കണക്കില്ലാണ്ട് ഇടുന്ന ഒരാളുണ്ടെങ്കിൽ ആരാണ്? മതി ഞാൻ കാരൊക്കെ അങ്ങനെ റെഡി ആവട്ടെ അല്ലേ? അങ്ങനെ നമ്മളിത് മൂടി വെച്ച് ഇനി നമുക്ക് ഇതെല്ലാം മതി വിചാരിക്കണം. നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് നമുക്ക് കായപ്പൊടി ഇടണം. പിന്നെ നമുക്ക് ഇതാ ഞാൻ സുർക്ക ഇത് വയ്ക്കാം. ഹലോ ഗൈസ്, നമ്മളെ അച്ചാർ ഇവിടെ റെഡിയായി. നമ്മൾ രസം നെയ്യ് കൊടുത്തേന് നമ്മളെ സ്പെഷ്യലാണ് കേട്ടോ. അത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി ഓക്കെയായി. അപ്പോഴേക്കും നമ്മൾ പപ്പടം കച്ചാളം വെളിച്ചെണ്ണ അടുത്ത് വെച്ചിട്ട് നമുക്കൊരു ഇച്ചിരി കൂടി നെയ്യ് കൊടുക്കാം. നമ്മൾ ഉണ്ണിയേട്ടന് നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ ഉണ്ണിയേട്ടൻ പറഞ്ഞൊന്നല്ല ഞാനാണ് പറഞ്ഞത് അച്ചാറിടാന്ന്. അപ്പം നമ്മൾ 2 കത്തിയിലെ വാങ്ങി നെയ്യ് കൊടുത്തിട്ടോ. ഇനി നമ്മൾ ബ്രോക്കറാൻ പറ്റും. നമ്മളെ വേഗം വരകിയ മാതിരിയായി. നമ്മൾ പപ്പടം പൊരിച്ച് നമ്മളെ കറി വറവിട്ട് നമ്മൾ അച്ചാറായി.
അച്ചാർ ഒന്നൊന്നര അച്ചാറാണ് മക്കളെ. സൂപ്പറാട്ടാ. ഇഷ്ടപ്പെട്ടോ? വന്നോളിട്ടോ. ടാറ്റാ. ഹലോ, അപ്പം നമ്മളെ കാരക്കച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഞാൻ ഉച്ചയൂണിന് ക്ഷണിക്കുന്ന എല്ലാവരും വന്നോളും. നമ്മളെ കാരക്കച്ചാറ് കൂടി ചോറാക്കി എല്ലാവരും വന്നോളൂ കേട്ടോ. അപ്പം ടാറ്റാ. അവിടെ അജിതാരത്തിൻ്റെ വീട് പണിയാണ്. അപ്പോൾ വീട് പണിയാണ്, അതുകൊണ്ട് ഒച്ചയും ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഒച്ചകളാണ്. അപ്പം ടാറ്റാ, ലവ് യു. നമ്മുടെ അച്ചാറിന്റെ കുപ്പി. മോനെ അച്ചാർ എങ്ങനെ? അടിപൊളിയായിട്ടുണ്ട് പറയുന്നത്.